മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ഫിലിം അവാർഡായ ഏഷ്യാനെറ്റ് ഫിലിം അവാർഡ്സ് 2016 നടന്നു. ഈ സ്റ്റാർ സ്റ്റാർട്ടഡ് ഇവന്റ് നടന്നത് ആഡ്ലെക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ വെച്ചാണ് അങ്കമാലിയിൽ. ഫെബ്രുവരി 7-നാണ് ഈ ഇവന്റ് നടന്നത്. അവാർഡ് നൈറ്റ് എല്ലാ ഇപ്പോഴത്തെയും പോലെയും വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ഇവന്റ് തന്നെയായിരുന്നു. സദേൺ ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരുപാട് പോപ്പുലർ സ്റ്റാർസ് ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു. മോഹൻലാലും സൂപ്പർ ടാലന്റഡ് ആക്ടർ വിക്രമും പൃഥ്വിരാജും തൃഷ കൃഷ്ണനും നിവിൻ പോളിയും പാർവതിയും സായി പല്ലവിയും എല്ലാവരും ഉണ്ടായിരുന്നു ഈ ഫംഗ്ഷനിൽ. ഒരുപാട് നാളായിട്ട് സിനിമകളിലൊന്നും കാണാതിരുന്ന മീര ജാസ്മിൻ പോലും ഈ അവാർഡ് നൈറ്റിൽ പങ്കെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ സ്റ്റാർ കിഡായ പ്രണവ് മോഹൻലാലും ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തിരുന്നു. എന്ന് നിന്റെ മൊയ്തീനും പ്രേമമാണ് മാക്സിമം നമ്പർ ഓഫ് അവാർഡ്സ് ലഭിച്ച സിനിമകൾ. ഡോക്ടർ KJ യേശുദാസിനാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകിയത്. അതുപോലെ തന്നെ സ്റ്റാർ ഓഫ് ദ മില്ലേനിയം ആയിട്ട് മോഹൻലാലും. ബെസ്റ്റ് മൂവി എന്നുള്ള കാറ്റഗറിയിൽ എന്ന് നിന്റെ മൊയ്തീനാണ് സെലക്ട് ചെയ്യപ്പെട്ടത്. ബെസ്റ്റ് ആക്ടർ ആയിട്ട് പൃഥ്വിരാജാണ്. ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് അവാർഡ് കിട്ടിയത് പാർവതിക്കും. അൽഫോൺസ് പുത്രനെയാണ് ബെസ്റ്റ് ഡയറക്ടർ ആയിട്ട് ചൂസ് ചെയ്തത്. അതുപോലെ തന്നെ ബെസ്റ്റ് പോപ്പുലർ ആക്ടർ ആയിട്ട് നിവിൻ പോളിയും തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നെ യൂത്ത് ഐക്കനായി ദുൽഖർ സൽമാനും പോപ്പുലർ തമിഴ് ആക്ടറായി വിക്രമും പോപ്പുലർ തമിഴ് ആക്ട്രസായി തൃഷ കൃഷ്ണനും അവാർഡ് നൽകി. പിന്നെ ബെസ്റ്റ് ആക്ടർ എന്ന നെഗറ്റീവ് റോളിൽ നെടുമുടി വേണുവിനാണ് അവാർഡ് നൽകിയത് ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര എന്ന സിനിമയ്ക്ക് വേണ്ടി. ബെസ്റ്റ് ആക്ടർ എന്ന സപ്പോർട്ടിംഗ് റോളിനായിട്ട് അവാർഡ് നൽകിയത് സായി കുമാറിനാണ്. എന്ന് നിന്റെ മൊയ്തീനിലെ ക്യാരക്ടറിനാണ് ഈ അവാർഡ് നൽകിയത്. ചാർലിയിലെ അഭിനയത്തിനായിട്ട് ബെസ്റ്റ് ആക്ട്രസ് ഇൻ സപ്പോർട്ടിംഗ് റോളിൽ കൽപ്പനയ്ക്കാണ് അവാർഡ് നൽകിയത്. ബെസ്റ്റ് ക്യാരക്ടർ ആക്ടറായിട്ട് ബിജു മേനനെയും ബെസ്റ്റ് ക്യാരക്ടർ ആക്ട്രസ് ആയിട്ട് ലെനയെയും തിരഞ്ഞെടുത്തു. പിന്നെ ബെസ്റ്റ് ആക്ടർ എന്ന കോമിക് റോളിൽ അവാർഡ് നൽകിയത് അജു വർഗീസിനാണ്. RS വിമലിന്റേതാണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി അവാർഡ് ലഭിച്ചത് ജോമോൻ ടി ജോണിനും. അതുപോലെ ബെസ്റ്റ് ഡെബ്യൂട്ടന്റ് ആയിട്ടുള്ള അവാർഡ് ലഭിച്ചത് ദീപ്തി സദിക്കാണ്. നീന എന്ന സിനിമയിലെ അഭിനയത്തിന് വേണ്ടിയിട്ടാണ് ഈ അവാർഡ് ലഭിച്ചത്. വിജയരാഘവനും സായി പല്ലവിക്കും സ്പെഷ്യൽ ജൂറി അവാർഡ്സ് നൽകുകയുണ്ടായി. പിന്നെ ബെസ്റ്റ് മ്യൂസിക് കമ്പോസറായി രാജേഷ് മുരുകേഷിനെയാണ് തിരഞ്ഞെടുത്തത് പ്രേമം എന്ന സിനിമയ്ക്കായിട്ട്. ബെസ്റ്റ് ലിറിസിസ്റ്റ് ആയിട്ട് റഫീഖ് അഹമ്മദിനെയും. പിന്നെ ബെസ്റ്റ് സിംഗർ ആയിട്ടുള്ള അവാർഡ് കൊടുത്തത് വിജയ് യേശുദാസിനാണ്. അതുപോലെ തന്നെ ബെസ്റ്റ് സിംഗർ ഫീമെയിൽ ആയിട്ടുള്ള അവാർഡ് കൊടുത്തത് വൈക്കം വിജയലക്ഷ്മിക്കാണ്. കൈക്കോട്ടും കണ്ടില്ലല്ലോ എന്ന പാട്ടിനായിട്ട്. ശ്രീ ഡേവിഡ് പോളി, യുവജനോത്സവത്തിനും കലോത്സവം നടക്കുന്ന ദിവസങ്ങളെല്ലാം എനിക്ക് അവധിയായിരുന്നു.